ഹേ ഗായ്സ്, അപ്പം 4 ദിവസത്തെ ലീവിന് ശേഷം നമ്മളും പോവുകയാണ് ഗായ്സ്. അങ്ങനെ ഇന്നാണ് എൻ്റെ അനിയത്തി ഹോസ്റ്റലിലോട്ട് പോകുന്നത്. അങ്ങനെ ബാഗ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കൊടുക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ചപ്പം, അച്ചാറുകൾ, പിന്നെ ഉണക്ക ചെമ്മീൻ വറുത്തത്, അതൊക്കെ അമ്മ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഗിലോട്ട് 4 ദിവസത്തേക്കായതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് നേരം ബേബിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇനി ബേബിനെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ ബൈ ബൈ പറഞ്ഞിറങ്ങി. ട്രെയിനായിരുന്നു അവൾ പോകുന്നത്. അപ്പോൾ ഒരു ഉമ്മയൊക്കെ തന്ന് ചാച്ച പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ അമ്മ അതൊന്ന് ജസ്റ്റ് അവിടം വരെ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് അമ്മയും പോയി. അങ്ങനെ അവൾ പോയി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാനും അമ്മയും കിടന്നൊന്ന് ഉറങ്ങി എണീറ്റ്. പിന്നെ ചായ കുടിക്കുന്നതിന് ചായയും മിച്ചറാക്കിയിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഒന്ന് കുടിച്ചൊരു മൂടി ആയിരുന്നു അന്നേരം ഞങ്ങൾ രണ്ടുപേരും. കാരണം അവൾ ഇത്രയും ദിവസം ഉണ്ടായിട്ട് പെട്ടെന്ന് പോയപ്പോൾ ആരും ഇല്ലാത്ത പോലെ തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് റോട്ടിലേക്ക് നടക്കാനൊക്കെ ഇറങ്ങി. ഇന്നലെ എന്താണെന്നറിയില്ല, നല്ല പ്രത്യേകതരം ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ റോട്ടിലൊക്കെ വെള്ളം കയറി കിടക്കിയിരുന്നു.